കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഈ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അവിടെ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു മോൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് അറിയാമോ? അപ്പം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അത് കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ കേൾക്കണം. അപ്പോൾ പറയുവാനുള്ള ഇടങ്ങൾ നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരാൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്, അവർ നടത്തിയിട്ടുള്ള അവരതിജീവിച്ച അവരുടെ അതിജീവനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതൊരു എല്ലാവർക്കും പ്രചോദനമാകും. ഓരോ സ്ത്രീയുടെയും ജീവിതം അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീ മാത്രമല്ല, ഒരു വ്യക്തിയുടെ. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ആ രീതിയിലുള്ള ഒരു മുൻഗണന ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ നൽകുന്നു എന്നുള്ളതും അങ്ങനെ ഒരു പ്രോഗ്രാം 500 എപ്പിസോഡ് പിന്നിടുന്നു എന്നുള്ളതും ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ കൗതുകം ഉണർത്തിയ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് കാലം ആളുകളുടെ അടുത്ത് സംസാരിക്കുക, വിമർശിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതാണ് മാമിൻ്റെ ഒരു ജീവിതം. ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ ഇങ്ങനെ വിമർശിക്കുമ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് ചെയ്തതുപോലെ തന്നെയാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ എന്ത് ഞാൻ പറയും, എങ്ങനെ പറയണ്ട, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. പക്ഷേ ഈ പ്രവർത്തനം സംബന്ധിച്ച് എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. കാരണം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ നീതി നിഷേധങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നു, ഇങ്ങനെ ഈ വിഷയമുണ്ട് എന്ന് പറയുന്നു. അതിലേക്ക് അധികൃതരുടെ അധികാരികളുടെ ശ്രദ്ധ, ഭരണകൂടങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA ആവുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ വ്യത്യാസം അടിസ്ഥാനപരമായി അതിൻ്റെ സത്യം അതിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തം നിശ്ചയമായിട്ടും കൂടിയിട്ടുണ്ട്. മറ്റേത് ഞാൻ നിശ്ചയമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ച് പോകും. പക്ഷെ ഞാൻ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആള് എന്നെ കാണുന്നുണ്ടോ, എന്നെ വിഷ് ചെയ്യുന്നുണ്ടോ, ഞാൻ അങ്ങനെയുള്ളൊരു ഞാൻ വളരെ കോൺഷ്യസ് ആണ്. അത് മാത്രമല്ല, പല കാര്യങ്ങളും പല വിഷയങ്ങളും സംഭവങ്ങളും വരുമ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്നിടത്ത് നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് നിശ്ചയമായിട്ടും ഒരു യാത്രയിൽ അതങ്ങ് തനിയെ നടന്നു പോവുകയാണ് ആ ഒരു പ്രോസസ്സ്. തീർച്ചയായിട്ടും.